നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMR നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ എൻ്റെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്, എൻ്റെ ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്കിൻ കെയറിനും അതുപോലെ തന്നെ എൻ്റെ ബെറ്റർ ഹെൽത്തിനും വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ആദ്യത്തേന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കാറുള്ളത് എൻ്റെ ഭക്ഷണ രീതിക്കാണ്. എപ്പോഴും ഞാൻ എൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാനാണ് കൂടുതലായിട്ട് ശ്രമിക്കാറുള്ളത്. പണ്ട് ഞാൻ വെയിറ്റ് കൂടിയ സമയത്താണ് എനിക്ക് പിമ്പിൾസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര ആക്നെ പ്രോണാണ്. എപ്പോഴാണോ കൂടുതൽ ഓയിലി ഫുഡ് കഴിക്കുന്നത്, മധുരം കഴിക്കുന്നത്, എൻ്റെ വെയിറ്റ് കൂടുന്നത്, ആ സമയത്ത് എനിക്ക് ഒരുപാട് പിമ്പിൾസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യാറുള്ളത് എനിക്ക് പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ബെറ്റർ ഡൈജഷനൊക്കെ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എണീറ്റ ഉടനെ തന്നെ വെറും വയറ്റിൽ ആദ്യം തന്നെ കഴിക്കുന്നത് കോഫി ഒന്നുമല്ല, ഒന്നുകിൽ നോർമൽ പ്ലെയിൻ വാട്ടർ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു പിഞ്ച് മഞ്ഞൾ ആഡ് ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. ആ ഒരു ഡ്രിങ്കാണ് ഏറ്റവും കൂടുതൽ ഡേയ്സ് ഞാൻ കഴിക്കുന്നത്. അതിനുശേഷം ഒരു 1 hour കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. മാക്സിമം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഒരു 12 hour അല്ലെങ്കിൽ 13 hour കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. രാത്രിയിലെ ഡിന്നർ ഫിനിഷ് ചെയ്തിട്ട് ഒരു 12-13 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കാറുള്ളത്. അതിൽ ഞാൻ കൂടുതലും കഴിക്കുന്നത് കൂടുതൽ പ്രോട്ടീനാണ് ഫോക്കസ് ചെയ്യാതെ ലോ കാർബാണ് എടുക്കാറ്. പല ദിവസങ്ങളും എഗ്ഗ് മാത്രം കഴിക്കാറുണ്ട്. എഗ്ഗ് അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ കഴിക്കും. അതല്ല എങ്കിൽ ഇപ്പം കാർബായിട്ട് നമ്മൾ കേരള ഫുഡ്സ് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഫോക്കസ് ചെയ്യാണ്. അതിൻ്റെ കൂടെ എന്താണോ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു സോസ് കൂടെ അതിൽ കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അതിനുശേഷം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോപ്പർ സ്കിൻ കെയർ ആണ്. അതിൽ ചെയ്യണത് ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളത്. കുളിച്ച ഉടനെ തന്നെ ഫേസ് വാഷ് ചെയ്യും. കുളിച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് ഫേസ് ഒന്നുകൂടെ വാഷ് ചെയ്യുക എന്നുള്ളത്. ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് അതിൽ കൂടുതൽ നീം അതുപോലെ കലൻഡുല കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫേസ് വാഷ്, നാച്ചുറൽ ഫേസ് വാഷാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അത് കാരണം പലതരത്തിലുള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്തിട്ടും എനിക്ക് കൂടുതൽ പിഗ്മെൻറ്റേഷൻസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് പിമ്പിൾസ് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ജെൻറ്റിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്താണ് പിമ്പിൾസിൻ്റെ ബ്രേക്ക് ഔട്ട്സ് കുറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഒരു ഹൈഡ്രേറ്റർ യൂസ് ചെയ്യും. ഇത് ഹൈലോണിക് ആസിഡിൻ്റെ ഒരു സീറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത്. സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അത് കഴുത്തിലും ഫേസിലും കംപ്ലീറ്റ്ലി യൂസ് ചെയ്യും. അതൊരു ടിൻറ്റഡ് സൺസ്ക്രീനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇപ്പോൾ ക്ലിനിക്കിലേക്ക് വർക്കിന് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ചെയ്യുന്നത് മാക്സിമം ഇടയ്ക്ക് ഞാനൊരു ബ്രഞ്ച് എന്നുള്ള തരത്തിൽ കൂടുതലായിട്ട് ഒന്നെങ്കിൽ ഒരു കോക്കനട്ട് വാട്ടർ കഴിക്കും. അതല്ല എങ്കിൽ ബട്ടർ മിൽക്ക് ഉണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ ബട്ടർ മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. പിന്നെ ലഞ്ച് ആണെങ്കിൽ ഇടയ്ക്കൊക്കെ എൻ്റെ ലഞ്ചിൻ്റെ ടൈമിംഗ് കുറച്ച് ലേറ്റ് ആയി പോകാറുണ്ട്. സ്റ്റിൽ ലഞ്ച് കഴിക്കുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഞാൻ ലോ കാർബ് ഡയറ്റാണ് എപ്പോഴും ഫോളോ ചെയ്യാറുള്ളത്. അതെപ്പോഴും നമ്മുടെ ബോഡിയിൽ ഒരു ഇൻസുലിൻ സ്പൈക്ക് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും എപ്പോഴും നമ്മൾക്ക് ലൈഫ് സ്റ്റൈലിലുള്ള ഡിസീസ് വരാനുള്ള ഒരു ചാൻസ് എന്നുള്ളതിൽ ഒരു ലോ കാർബ് കഴിക്കുന്നതാണ് നമുക്ക് കുറച്ചുകൊണ്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ കാർബ് ഡയറ്റ് എടുക്കും. ഇപ്പോൾ ചോറ് കഴിക്കുകയാണെങ്കിൽ ചോറ് ഞാൻ കഴിക്കാറുണ്ട്. കൂടുതലായിട്ട് ചോറ് തന്നെയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഹൈ പ്രോട്ടീൻ എടുക്കും. എപ്പോഴും ഒരു പ്രോബയോട്ടിക് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അതെങ്കിൽ തൈര് അല്ലെങ്കിൽ ഉപ്പിലിട്ടത് അങ്ങനെയായിട്ട് ഒരു പ്രോബയോട്ടിക് കഴിക്കും. അതിൻ്റെ കൂടെ കുറച്ചെങ്കിലും സാലഡ്സ് കഴിക്കും. അതേപോലെ ഞാൻ പിന്നെ ചെയ്യുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 1 hour കഴിഞ്ഞിട്ട് ക്ലിനിക്കിൽ എപ്പോഴാണോ ഒരു ഫ്രീ ടൈം എന്നുള്ളത് ഈവനിങ്ങിന് മുന്നേ ആയിട്ട് ഒരു വൈറ്റമിൻ സി കണ്ടെയ്നിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് എടുക്കുക. കൂടുതൽ എനിക്ക് പേരയ്ക്കയാണ് ഏറ്റവും ഇഷ്ടമുള്ളതും കുറച്ചുകൂടെ നമുക്ക് ആസിഡിക് ആവാതിരിക്കാനുള്ളതും കൂടെ ആയതുകൊണ്ട് പേരയ്ക്കയാണ് കൂടുതൽ ഓപ്റ്റ് ചെയ്യാറുള്ളത്. ഒരു പേരയ്ക്കയുടെ ഒരു ഹാഫ് പോർഷനെങ്കിലും കഴിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ ചെയ്യുന്നത് ഈവനിങ് ടൈമിൽ ഒരു കോഫി കഴിക്കും. കോഫി എപ്പോഴും നമുക്ക് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. പക്ഷേ അത് അമിതമാവാതിരുന്നാൽ മതി. ഒരു കോഫി കഴിക്കുക. അത് നമുക്ക് അതുപോലെ തന്നെ കണ്ണിനടിയിൽ എനിക്ക് എപ്പോഴും ഹോളോനസ് അല്ലെങ്കിൽ ഡാർക്ക്നെസ് ഒക്കെ വരുന്നതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഈവനിങ് ടൈമിൽ ഞാനൊരു ബ്ലാക്ക് കോഫി എന്ന് പറയുന്നത് ഈവനിങ് ടൈമിൽ ഞാനൊരു കോഫി കുടിക്കാറുണ്ട്. കോഫി ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നമ്മളൊന്ന് എനർജി ബൂസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, പക്ഷേ ഓവർ കഫീനേറ്റഡ് ആക്കാറില്ല. എപ്പോഴും കഴിക്കുന്ന ടെൻഡൻസി ഒന്നുമില്ല. പക്ഷേ കഴിക്കുന്നത് ഒന്ന് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ കണ്ണിനടിയിൽ എനിക്ക് എപ്പോഴും ഒരു ഹോളോനസ് പോലെ ഉണ്ടാവാറ് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ടാവാറുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു കോഫി കഴിക്കാറുണ്ട്. പിന്നെ അതിനുശേഷം ക്ലിനിക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 1 hour വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജിമ്മിലാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അതിനുശേഷം വീട്ടിലെത്തിയതിന് ശേഷം ആദ്യം ഞാൻ എൻ്റെ ഡിന്നർ ഫിനിഷ് ചെയ്യും. ഡിന്നർ 7 മണിക്ക് മുന്നേ ആയിട്ട് ഞാൻ ഡിന്നർ ഫിനിഷ് ചെയ്യും. അല്ലെങ്കിൽ ഒരു 7:30, മാക്സിമം പോയ 7:30 അതിൻ്റെ ഉള്ളിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഈ ഡിന്നർ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണ് ഫോളോ ചെയ്തിട്ട് പണ്ട് മുതലേ ഉമ്മ ഉപ്പയൊക്കെ കഴിച്ച് വന്നിട്ടുള്ളത്. ഒരു 7 മണി 8 മണിക്കുള്ളിലായിട്ട് ഫുഡ് കഴിക്കാം, പെട്ടെന്ന് കിടന്നുറങ്ങുക എന്നുള്ളൊരു ശീലമായിരുന്നു. പക്ഷേ പെട്ടെന്ന് കിടന്നുറങ്ങുന്ന ശീലം ഇല്ലെങ്കിലും മാക്സിമം പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അതിന് ശേഷം നെക്സ്റ്റ് ഒരു 13 hour കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ എന്തെങ്കിലും കഴിക്കാറുള്ളത്.
ഇനി ഞാൻ നൈറ്റ് ടൈമിൽ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. കാരണം എപ്പോഴും മുടി കൊഴിച്ചിൽ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതുകൊണ്ട് എപ്പോഴും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകും. നമ്മൾ ഒട്ടും വെയിൽ കൊള്ളാത്തതാണ്, ഈവൻ നമ്മുടെ ഫുഡിൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ബോൺ ഹെൽത്ത്, നമുക്ക് ഏജിങ് ആയി വരുന്ന സമയത്ത് നമുക്ക് ബോൺ ഹെൽത്ത് കുറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് എടുക്കും. അതേപോലെ തന്നെ ഒമേഗ 3യുടെ സപ്ലിമെൻറ്റും അതേപോലെ കൊളാജൻ സപ്ലിമെൻറ്റും കൂടിയാണ് കഴിക്കാറുള്ളത്. നമുക്ക് ഏജ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ബോൺ ഹെൽത്ത്, സ്കിൻ ഹെൽത്ത്, നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. അതേപോലെ ഓവറോൾ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും കൂടിയാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഇടയ്ക്കെങ്കിലും സീഡ്സ് കഴിക്കുക എന്നുള്ളത്, പക്ഷേ എപ്പോഴും മറന്നു പോകുന്നതും പക്ഷേ ഇടയ്ക്കെങ്കിലും ഓർത്തിട്ട് കഴിക്കുന്നതുമാണ് സീഡ്സ് കഴിക്കുക എന്നുള്ളത്. അത് സൺഫ്ലവർ ആവട്ടെ, ചിയ സീഡ്സ് ആവട്ടെ, ഏതെങ്കിലും ഒരു സീഡ് ഇടയ്ക്കെങ്കിലും ഒരു 1 ടീസ്പൂൺ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. അത് എപ്പോഴും നമുക്ക് മിനറൽസ് കിട്ടുന്നതായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അതേപോലെ പിന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ്. ഞാൻ കിടക്കുന്നതിൻ്റെ ഒരു 1 hour മുമ്പേ ആയിട്ട് ഫേസ് വാഷ് ചെയ്യും. നോർമൽ ഫേസ് വാഷ് മോർണിംഗ് യൂസ് ചെയ്യുന്ന തരത്തിൽ നീമൊക്കെയുള്ളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യും. അതിനുശേഷം ഒരു ഹൈഡ്രേറ്റർ യൂസ് ചെയ്യും. അതേപോലെ എനിക്ക് പിമ്പിൾസ് വരുന്ന കാരണം ഞാൻ എപ്പോഴും പിമ്പിൾസ് കുറയാനുള്ള കുറച്ച് കണ്ടൻസ് ഉള്ളതാണ് ഞാൻ സാധാരണ എടുക്കാറുള്ളത്. ഇനി പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഒരു ആക്നേക്ക് എന്തെങ്കിലും ഒരു ഡ്രോപ്പും കൂടി എടുക്കാറുണ്ട്. അതൊരു നാച്ചുറൽ ഡ്രോപ്പ് എടുക്കാറാണ് ചെയ്യാറ്. ഞാൻ കൂടുതൽ ചെയ്യുന്നത് വെള്ളം കുടിക്കുന്നത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറാണ്. പലപ്പോഴും സ്കിപ്പ് ചെയ്ത് പോകാറുണ്ടെങ്കിൽ പോലും മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മൾ എപ്പോഴൊക്കെയാണോ ഇങ്ങനെ ഒരു ഫോളോ ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി എനർജി ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് നാൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു എനർജി കുറഞ്ഞ പോലെ ഉണ്ടാവും. നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എനർജി വരുന്ന പോലെ ഉണ്ടാവും. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതി ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞതിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ വർക്കൗട്ടും അതുപോലെ തന്നെ ഡയറ്റുമാണ്. ചെറിയൊരു പോർഷനാണ് കൂടുതലായിട്ട് സ്കിൻ കെയറിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റിക്കൊണ്ടുവന്നു എന്നാൽ നമ്മുടെ സ്കിന്നിൻ്റെ മാത്രമല്ല നമ്മുടെ ഓവറോൾ ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്